ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2ാം ക്ലാസ്സിൽ 2024 നടന്നിട്ടുള്ള സെക്കൻഡ് ടേം ഇവാലുവേഷൻ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻറ്റഗ്രേഷൻ ഡേ 2 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നത് അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറിയാണ്. അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും സുഗന്ധത്തിൻ്റെ ഉറവിടം തേടിപ്പോയത് നിങ്ങൾക്കറിയാമല്ലോ. ആ ദിവസം നടന്ന കാര്യങ്ങൾ ചേർത്ത് അണ്ണാൻ കുഞ്ഞിൻ്റെ ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഇന്ന് ആനമൂപ്പൻ്റെ പുറത്തേറി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. അപ്പോൾ അതിലെന്തെല്ലാം എഴുതാം? ആനമൂപ്പൻ്റെ പുറത്തേറി കാട്ടിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഒരു സുഗന്ധം ഉണ്ടായി, അതിൻ്റെ ഉറവിടം തേടിപ്പോയി. അങ്ങനെ ഇവിടെ കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തി. പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ കതിരണി ദേശത്ത് രാജാവിൻ്റെ തോട്ടത്തിൽ കയറി രാജാവ് ബനാന തന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡയറി എഴുതേണ്ടത് അണ്ണാൻ കുഞ്ഞിൻ്റെ. അപ്പോൾ എന്തെഴുതാം? ഇന്ന് ആനമൂപ്പൻ്റെ പുറത്തേറി കാട്ടിലൂടെ സവാരി പോയ ദിവസമാണ്. ആനമൂപ്പൻ്റെ പുറത്തേറി കാട് ചുറ്റി നടക്കുമ്പോൾ എവിടെ നിന്നോ നല്ല സുഗന്ധം. ഞാനും ആനമൂപ്പനും കൂടി സുഗന്ധത്തിൻ്റെ ഉറവിടം തേടിപ്പോയി. അവസാനം നമ്മൾ കണ്ടെത്തി കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിൽ നിന്നായിരുന്നു സുഗന്ധം. തിരിച്ചു വരുമ്പോൾ കതിരണി ദേശത്തെ രാജാവിൻ്റെ തോട്ടത്തിൽ കയറി. രാജാവ് അവിടെ നിന്നും നമുക്ക് ഒരു കുല പഴം നൽകി. അതുമായി നമ്മൾ തിരിച്ചു വന്നു. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയാണ് അണ്ണാൻ കുഞ്ഞ് അന്ന് എഴുതാനിടയുള്ള ഡയറി എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ശുചിത്വശീലങ്ങൾ. ദിപ്പുവും ദൊപ്പുവും കൂട്ടുകാരാണ്. ദിപ്പു ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ദൊപ്പുവാകട്ടെ വൈകിയാണ് ഉണരുന്നത്. അവൻ പല്ലു തേക്കാതെയാണ് ആഹാരം കഴിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും അവൻ വലിച്ചെറിയുകയാണ് പതിവ്. ദിപ്പു രാവിലെയും രാത്രിയും പല്ലു തേക്കും. 2 നേരവും കുളിക്കും. കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കും. ദൊപ്പുവാണെങ്കിൽ നഖം മുറിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ദൊപ്പുവിന് ഇടയ്ക്കിടെ രോഗങ്ങൾ വരാൻ തുടങ്ങി. ആരോഗ്യശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടും. ഇനിയെങ്കിലും ചീത്ത ശീലങ്ങൾ മാറ്റണം, ദിപ്പു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരുടെ വിശേഷങ്ങൾ വായിച്ചല്ലോ. ഇനി ശുചിത്വശീലങ്ങൾ കണ്ടെത്തി എഴുതുക. അതായത് ഈ പാരഗ്രാഫിൽ കുറച്ച് ശുചിത്വശീലങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഒന്നാമത്തേൽ എന്തെഴുതാം? രാവിലെയും രാത്രിയും പല്ലു തേക്കുക. പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും വലിച്ചെറിയരുത്. 2 നേരം കുളിക്കണം. കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കണം. നഖം മുറിക്കണം. ഇത്രയും 5 പോയിൻറ്റ്സാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പോൾ രാവിലെയും രാത്രിയും പല്ല് തേക്കുക, ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും വലിച്ചെറിയരുത്, 2 നേരം കുളിക്കണം, കഴുകി ഉണക്കി വൃത്തിയാക്കിയ വസ്ത്രം ധരിക്കണം, നഖം മുറിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദിപ്പൂസ് ബർത്ത്ഡേ. Today is Dippu's birthday. Dippu packed pedas in packets of hundreds and tens. ഹൺഡ്രഡ്സും ടെൻസും ആയിട്ട് പേട പാക്ക് ചെയ്തു. Look at the number of pedas distributed to each classes. Complete the boxes. ഇവിടെ ഓരോ ക്ലാസ്സിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പേഡാസിൻ്റെ ടോട്ടൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് ഹൺഡ്രഡ്സും ടെൻസും വൺസും ആയിട്ട് എഴുതിയാണ് വേണ്ടത്. ഫസ്റ്റ് ക്ലാസ് 1 ടോട്ടൽ 156 പേഡാസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ്? 1 ഹൺഡ്രഡ്സ്, 5 ടെൻസ്, 6 വൺസ്. ദെൻ 103. ക്ലാസ് 2 103. എത്ര ഹൺഡ്രഡ്സ്? 1 ഹൺഡ്രഡ്സ്, 0 ടെൻസ്, 3 വൺസ്. അടുത്തത് ക്ലാസ് 3 കൊടുത്തിട്ടുള്ളത് 100ഉം 1 ടെൻസും 0 വൺസും ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 110, 110. ദെൻ ഫോർത്ത് 124 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1 ഹൺഡ്രഡ്സ്, 2 ടെൻസ്, 4 വൺസ് ഇങ്ങനെയാണ് വരിക. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് ഓഫ് ടെൻസ്. ടെൻസിൻ്റെ പാക്കറ്റ്സ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. 5, 0, 1, 2. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 + 0 + 1 + 2 എത്ര കിട്ടും? 8. ഇപ്പോൾ 8 ആണ് ടെൻസിൻ്റെ പാക്കറ്റ്സ്. റൈറ്റ് ഇൻ വേർഡ്സ് ദ നമ്പർ ഓഫ് പേഡാസ് ഗോട്ട് ഇൻ ക്ലാസ് 2. ക്ലാസ് 2 എത്ര പേഡാസ് കിട്ടിയിട്ടുണ്ട്? 103 ആണ്.
അപ്പോൾ അത് വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? 103 എന്ന് പറയുന്നത് 103. 103. അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കാം. ഇവിടെ ഒരു പാട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വരികൾ കൂട്ടിച്ചേർക്കുകയാണ് വേണ്ടത്. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ കൊമ്പിലിരുന്ന് കുയിലുകൾ കൂക്കു പാടുന്നു. രണ്ടാമത്തെ വരി എന്താ അവിടുത്തെ? പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുട്ടികൾ കഥകൾ ചൊല്ലുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 വരിയും സെയിം ആണ്. ഇപ്പോൾ രണ്ടാമത്തേൽ എഴുതുമ്പോൾ ആദ്യത്തെ 2 വരിയും സെയിം ആണ്. ബാക്കി വരി മാത്രമേ മാറ്റി എഴുതാനുള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത് നമുക്ക് എന്ത് എഴുതാം? പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിനരികിലൂടെ പുഴകൾ കളകളം ഒഴുകുന്നു. പൂമരത്തിന് താഴെ എന്തുണ്ട് ചിത്രത്തിൽ? ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിനരികിലൂടെ പുഴകൾ കളകളം ഒഴുകുന്നു. അടുത്തത് നമുക്ക് എന്ത് എഴുതാം? കുട്ടികൾ കളിക്കുന്നു എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ഫസ്റ്റ് 2 വരി സെയിം. പുഴയുടെ കരയിൽ പുഞ്ചിരി തൂകി പൂമരമൊന്ന് നിൽപ്പുണ്ടേ, പൂമരത്തിൻ ചോട്ടിലിരുന്ന് കുട്ടികൾ കളികൾ കളിക്കുന്നു. ഇങ്ങനെയാണ് വരി ആഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 2 വരിയും സെയിം തന്നെയാണ്. ബാക്കി 2 വരി മാത്രമേ നമുക്ക് മാറ്റി എഴുതാനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേഷൻ ഡേ 2 വന്നിട്ടുള്ള 2024 ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ.